السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചും തൗഹീദി ആദർശത്തെ സംബന്ധിച്ചും കൂടുതൽ അറിവും അവബോധവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. കുറേ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച് വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഇതിലേക്ക് തുടർന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ആ പ്രാർത്ഥന എന്താണ് എന്നുള്ളത് നോക്കാം. സൂറത്തുൽ മുംതഹനയിലെ 5-ാമത്തെ ആയത്താണ്. റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. അതിൻ്റെ അർത്ഥം ഇതാണ്: ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾക്ക് ഞങ്ങളെ നീ ഒരു പരീക്ഷണ വസ്തു ആക്കരുതേ അല്ലാ. കാഫിറുകളായ ആളുകൾക്ക്, അള്ളാഹിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് ഞങ്ങളെ നീ ഒരു പരീക്ഷണ വസ്തു ആക്കല്ലേ അല്ലാ. വഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. റബ്ബന ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, ഞങ്ങളുടെ രക്ഷിതാവേ, നീ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. സത്യത്തിൽ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം അള്ളാഹിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ ഒരു പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നടത്താൻ. ഈ കഴിഞ്ഞ ഈ ഇലക്ഷന് ശേഷം, ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ എന്തെല്ലാം വർത്തമാനങ്ങളാണ്. ആ പറയുന്നത് സത്യമല്ല എന്നുള്ളത് അയാൾക്കറിയാം. അത് കേൾക്കുന്ന മഹാഭൂരിപക്ഷത്തിനും അറിയാം. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഒരാൾക്ക് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ പേരും പ്രശസ്തി ഉണ്ടാകാൻ ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും 4 തോന്നിയാസം പറഞ്ഞാൽ അപ്പൊ പിന്നെ പേരായി അയാൾക്ക്. അതുപോലെ തന്നെ മുസ്ലിം പേരുകൾ ഉള്ളവൻ ആരായാലും അവന് ദീനേ വേണ്ട. അവനെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു തീവ്രവാദം ആരോപിച്ച് അവനെ ടാർഗറ്റ് ചെയ്താൽ അത് ചെയ്യുന്ന ആൾ ഭയങ്കര പ്രസക്തനായി. ഇപ്പൊ സിനിമാ രംഗം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമാ രംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇസ്ലാമും സിനിമയും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദീനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാനും പറ്റൂല, എത്ര ദീനുണ്ടെന്ന് പറഞ്ഞാലും. ഇപ്പം ഇന്നലെ ഒരു ആളുടെ ഇൻ്റർവ്യൂ കണ്ടു. എന്ത് തന്നെയാണെങ്കിലും സുബൈ സ്കെച്ചിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഷൂട്ടിങ്ങിന് പോവുള്ളൂ. സുബൈ സ്കെച്ചിട്ടേ ഷൂട്ടിങ്ങിന് പോവുള്ളൂ, ബിസ്മി എല്ലിയിട്ട് ഞാൻ കള്ളുപിടിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? അവർക്ക് ദീനില്ല, പക്ഷെ ദീൻ ഉണ്ടെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അവരെ ഇസ്ലാമിനെ പേരിൽ ടാർഗറ്റ് ചെയ്തിട്ട് ഇസ്ലാമിൻ്റെ ഒരു മുഖം അവർക്ക് കൊടുക്കുക. ഇതാണ് ഇസ്ലാമിനെ പരീക്ഷണ വസ്തുവാക്കുക, ശത്രുക്കൾ പരീക്ഷണ വസ്തുവാക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരരുത് എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം.
ഈ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഏതധ്യായത്തിലാണ് പറഞ്ഞത്? അൽ മുംതഹനയിലാണ്. അൽ മുംതഹന അധ്യായത്തിൽ അള്ളാഹു താല ഈ പ്രാർത്ഥന പറയുമ്പോൾ അതിൻ്റെ മുമ്പായിക്കൊണ്ടൊരു സംഭവം അള്ളാഹു പറയുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട് 4-ാമത്തെ ആയത്തിൽ. ആ ആയത്ത് എന്താണ്? നമ്മുടെ വിഷയം അതിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അള്ളാഹു പറഞ്ഞു, ഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു. നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക എന്താണ്? ഇദ് ഖാലു ലിഖൗമിഹിം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ആ അന്നത്തെ ആളുകളോട് പറഞ്ഞു, ഇന്ന ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂൻ മിൻ ദൂനില്ലാഹ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുവകകളിൽ നിന്നും എല്ലാം ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാവുകയാണ്. കഫർനാ ബിക്കും, നിങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദാ, നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള ശത്രുത എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആയാണിത്. റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു, അല്ലാഹുവേ അവിശ്വാസികളായ ആളുകൾക്ക് പരീക്ഷണ വസ്തുവാക്കല്ലേ റബ്ബേ ഞങ്ങളെ. ഈ 2 ആയത്തുകളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആദർശ വിഷയത്തിൽ കുറച്ചുകൂടെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അഴകുഴമ്പൻ നിലപാട് പറ്റൂല. ആരുടെയും കൂടെ പോയിരിക്കാം, ആരോടും സഹകരിക്കാം. ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു വിഭാഗത്തെ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നോൺ മുസ്ലിംസിനെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നോൺ മുസ്ലിംസിനെ നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരണ്ട, മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ, അത് ഇസ്ലാമിന്റെ പുറത്തുണ്ട്, ഇസ്ലാമിന്റെ അകത്തുണ്ട്. ഇസ്ലാമിന്റെ അകത്ത് ശത്രു ഉള്ളത് കൊണ്ട് തന്നെയല്ലേ പച്ചയ്ക്ക് ജനങ്ങളെ മുമ്പിലിരുത്തി, തലപ്പാവുധാരികളെയും തൊപ്പി ധരിച്ചവരെയും മുമ്പിലിരുത്തിക്കൊണ്ട് ഒരുത്തൻ പ്രസംഗിച്ചത്, മക്കയ്ക്കൊരു പ്രസക്തിയില്ല, മദീനക്കൊരു പ്രാധാന്യം ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവനെ അഭിസംബോധന ചെയ്തിട്ടാണ് പറഞ്ഞത്. കഅബാലയം എന്ന് പറഞ്ഞാൽ ഹാജറ ബീവിയുടെ ജാറാണെന്ന് പറഞ്ഞ് പരസ്യമായി ഒരു മുസ്ലിയാര് കേരളത്തിൽ ഏതെങ്കിലും ആളുകൾ പ്രതിഷേധമായിട്ട് തെരുവിലിറങ്ങിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചതിന്റെ പേരിൽ എന്തെല്ലാം വിവാദങ്ങൾ ഇവിടെ ഉണ്ടായി ഇല്ലേ? പ്രവാചക നിന്ദയുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു തോന്നിയാസാണ് ആ കൈവിട്ട് കേസ് ജോസഫ് മാഷിന് ഉണ്ടാകാൻ പാടില്ല. അതുവരെയും ചെയ്ത ഇവിടുത്തെ വലിയ ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ മൂക്കിന്റെ താഴെ നിന്നുകൊണ്ടാണ് ഒരുത്തൻ തൊപ്പി വെച്ചുകൊണ്ട് ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നത് മക്കയ്ക്കൊരു പ്രാധാന്യമില്ല. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുകൾ ശ്രദ്ധിച്ച നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഇസ്ലാമിന്റെ ശത്രു ഇസ്ലാമിന്റെ അകത്ത് മുസ്ലിങ്ങളുടെ ഉള്ളിലുണ്ടെന്നതിന്റെ തെളിവാണ്. എന്താ പറഞ്ഞത്? ഇവിടുത്തെ RSSകാരുടെ BJPക്കാരുടെ ഹൃദയം ശുദ്ധമാണ്, മുസ്ലിങ്ങളുടെ ഹൃദയമാണ് നജസ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്ക് നജസാണോ? ഖുർആന്റെ ആശയത്തിനെതിരല്ലേ പറഞ്ഞത്? ശരിക്കും ഇസ്ലാമിന്റെ ശത്രു, ആ ശത്രുവിന്റെ ലേബൽ പ്രവർത്തിക്കുന്നവൻ നജസാണ്. അത് നോൺ മുസ്ലിങ്ങളെ സംബന്ധിച്ചല്ല പറഞ്ഞത്, മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ച.
ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന്റെ ലേബലിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാഖ കമ്മിറ്റി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയ ഇല്ല. അപ്പൊ ഇസ്ലാമിന്റെ ശത്രു ഇസ്ലാമിന്റെ അകത്തുമുണ്ട്, ഇസ്ലാമിന്റെ പുറത്തുമുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ ബന്ധിപ്പിക്കേണ്ടത്. ഇത് ഹജ്ജ് മാസം ആണ്, നമ്മൾ ഹജ്ജ് മാസത്തിലായതുകൊണ്ടാണ് ഈ വിഷയത്തെ പറ്റി പറയുന്നത്. ഹജ്ജ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തെ വിശുദ്ധ ഖുർആൻ അബീക്കും എന്നാ പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് എന്നാ പറഞ്ഞത്. മില്ലത്ത് അബീക്കും, നിങ്ങളുടെ പിതാവിന്റെ മില്ലത്ത്. നമ്മുടെ വാപ്പ എന്ന പദവിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തന്നത്. ഏത് വിഷയത്തിലാണ് ഇബ്രാഹിം നബി നമ്മുടെ വാപ്പ? ഖുർആൻ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനൊരു ലോജിക്ക് വേണമല്ലോ. ഏത് വിഷയത്തിലാണ് ഇബ്രാഹിം നബി നമ്മുടെ വാപ്പ? നമ്മുടെ ആദർശത്തിന്റെ വിഷയത്തിൽ. ആദർശത്തിന്റെ വിഷയത്തിലാണ് ഇബ്രാഹിം നബി നമ്മുടെ പിതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദർശത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് തെറ്റല്ല. എന്താണ് അദ്ദേഹം കാണിച്ചു തന്ന ആദർശം? അതാണ് നമ്മൾ ആ ആയത്തിൽ പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളുടെ ആദർശവുമായി പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. നിങ്ങളുമായി ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി മാറി നിൽക്കുകയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള ശത്രുത എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും. ഇതാര് പറഞ്ഞതാ? ഇബ്രാഹിം നബി പറഞ്ഞതാ. ആ ശത്രുത ഇപ്പൊ തേച്ചു മാച്ചാൽ ഇല്ലാണ്ടാകുമോ? ഇസ്ലാമിന്റെ ശത്രുവായ ജൂതന് വിളിച്ച് സൽക്കരിച്ച് അവന് ബിരിയാണി വെച്ചു കൊടുത്ത് അവൻ എല്ലാ സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുത്താൽ അവന്റെ ശത്രുത പോകൂ? മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്നവന്റെ തലയിൽ തൊപ്പി വെച്ചു കൊടുത്ത് പള്ളി കൊണ്ടുവരുന്നത് പൂജിച്ചാൽ അവന്റെ ശത്രുത പോകുമോ? അവന്റെ ശത്രുത പോകൂല. അത് അവന്റെ രക്തത്തിൽ അലിഞ്ഞതാണ് അവന്റെ ശത്രുത. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം? ആദർശം നമ്മുടെ രക്തത്തിൽ അലിയണം. നമ്മളെ എങ്ങനെയെല്ലാം ശുഷ്കിപ്പിച്ച് കളയാൻ പറ്റുമോ, എങ്ങനെയെല്ലാം നിർവികാരമാക്കി കളയാൻ പറ്റുമോ, ആ രീതിയിൽ ഇവിടുത്തെ ശത്രുക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ യു പിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ, നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു പിയിൽ നടക്കുമ്പോൾ, യു പിയിൽ നിന്ന് 50ഓളം ബസ്സുകൾ ഇലക്ഷന്റെ അന്ന് അജ്മീറിലേക്ക് സൗജന്യമായി സിയാറത്ത് ടൂർ വെച്ചു. അതെന്തിനാ? മുസ്ലിമീങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തിട്ട് പുണ്യം മേടിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട അല്ല ആണോ? അല്ല. മുസ്ലിമീങ്ങളെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയോ? ഈ പാർട്ടിയുമായിട്ട് ഏതർത്ഥത്തിലാണ് നമുക്ക് സഹകരിക്കാൻ പറ്റുക? അതൊരു പാർട്ടികളുടെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. നമ്മളുടെ മക്കളെ കൊണ്ടുപോയി ഏറ്റവും വൃത്തികെട്ട സ്വഭാവത്തിന്റെ ആളുകളാക്കി മാറ്റാനുള്ള എല്ലാ കുൽസിത ശ്രമങ്ങളും നടത്തുന്ന ആൾക്കാർ, അവരുമായിട്ട് നമ്മൾ എങ്ങനെ യോജിക്കും? അവരായിട്ട് എങ്ങനെ നമ്മൾ ടൈപ്പാകും? കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. ഇന്നിപ്പോ കേരളത്തില് ഒരു സംഘടന സമസ്ത പിളർപ്പിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിളരണമെന്ന് ഞാൻ ഒരു മുജാഹിദുകാരനായിരിക്കെ അവർ പിളരണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല ഒരിക്കലും. അവർ പിളരാൻ പാടില്ല എന്ന വാദക്കാരനാണ് ഞാൻ. കാരണം അവര് പിളരുന്നത് അവർക്കിടയിലുള്ള ആദർശപരമായ വിഷയത്തിലല്ല, മറിച്ച് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട്
കൂടിച്ചേരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരിക്കലും ആ രണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിമീങ്ങൾ ഉന്നമനത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മുസ്ലിമീങ്ങളെ ഇവിടെ ഭംഗിയാക്കി കൊണ്ട് നടക്കാമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഇവിടെ മുസ്ലിം ഇല്ലാതെയാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ. ആ കെണിയിൽ ഈ സംഘടന വീഴാൻ പാടില്ലായിരുന്നു. അതെന്തുമാകട്ടെ, ഇവിടെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ഹജ്ജ് 78-ാമത്തെ ആയത്ത്. ഹജ്ജ് മാസത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പഠിക്കേണ്ട ഒരു ആയത്താണിത്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകദേശം 8 വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒറ്റ ആയത്തിൽ 8 വിഷയം. ആ 8 വിഷയങ്ങളിൽ 5 വിഷയങ്ങൾ നമ്മൾ ആരാണ് എന്ന് പഠിപ്പിക്കുക. 3 വിഷയങ്ങൾ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് പഠിപ്പിക്കുക. ശരിക്കൊന്ന് ശ്രദ്ധിക്കണോട്ടെ. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇന്ന് കളയരുത് ഈ ക്ലാസ്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ, ആദർശത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ കഴിഞ്ഞാൽ, മറ്റൊരാൾക്ക് ചലനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും ഖൈർ. അള്ളാഹു പറഞ്ഞു, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാന്റെ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് കൈക്കൊള്ളുക. ഇവിടെ ജിഹാദിനർത്ഥം ശക്തമായി നിലകൊള്ളുക എന്നർത്ഥം. യുദ്ധം ചെയ്യാൻ പോവാന്നല്ല അതിനർത്ഥം. ജിഹാദ് ധർമ്മസമരത്തിലാകുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലപാട് കടുപ്പിക്കുക, കടുത്ത നിലപാടിലേക്ക് എത്തുക. നമ്മൾ എന്തേ കഴിയില്ലേ? നമുക്ക് കഴിയും. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അള്ളാന്റെ വിഷയത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം എന്ന ഒരു അറിവില്ലായ്മ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളോട് ഒരു ജാറത്തിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു നിലപാട് കൈക്കൊള്ളും. എന്തുകൊണ്ടാണ്? അത് ശിർക്കാണെന്ന അറിവ് നമുക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിലെ എല്ലാ ആളുകളോടും നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും പോയി ചെയ്യും. മുസ്ലിങ്ങളിൽ ന്യൂനപക്ഷം മാത്രമാണ് അത് ചെയ്യാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ ഒരു ആഹ്വാനമാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. അള്ളാന്റെ വിഷയത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കണം. നമ്മൾ ശക്തമായ ഒരു പോരാട്ട വീര്യം നമ്മുടെ ഖൽബിനകത്തുണ്ടാകണം അള്ളാന്റെ വിഷയത്തിൽ. കാരണം നമ്മൾ ആരാണെന്ന് പറഞ്ഞു തരാ. ഹുവജ്തബാക്കും, അവനാണ് നിങ്ങളെ അവന്റെ ദീനിന്റെ ആളായി തെരഞ്ഞെടുത്തത്. നമ്മളാണോ ദീൻ തെരഞ്ഞെടുത്തത്? അല്ല. മുസ്ലിം മാതാപിതാക്കളിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായി തീർന്നതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം മാതാപിതാക്കളിൽ പിറന്ന എത്ര ആൾക്കാർ ഇന്ന് മുസ്ലിമീങ്ങളായിട്ട് തുടരുന്നുണ്ട്? ഇല്ല. അമുസ്ലിം മാതാപിതാക്കളിൽ ജനിച്ച എത്രയോ ആളുകൾ ഇന്ന് മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അപ്പൊ നമ്മളല്ല ഈ ദീനിനെ തെരഞ്ഞെടുത്തത്, മറിച്ച് ഹുവജ്തബാക്കും, അള്ളാഹുവാണ് നിങ്ങളെ ഈ ദീനിന്റെ ആളുകളാക്കി തീർത്തത്. നിങ്ങൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ ചുറ്റുപാട് നമ്മൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിച്ചു. നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചോ ഈ ദീനും വിട്ടു പോണെന്ന്? ഇല്ല, ഇല്ല. സത്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും നമ്മളുടെ മാനസിക വിഷയങ്ങളും എടുത്ത് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്ത് അവൻ എന്നെ ഓടും. ദീനിലേക്കൂല, ഈ ദീനിൽ നിലകൊള്ളൂല. കാരണം അത്രയും സ്ട്രോങ് ആണ് ദീനിന്റെ പ്രശ്നം, അത്രയും സ്ട്രോങ്. എന്തുകൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ ഈ ദീനിൽ ഉണ്ടായത്? ഈ പ്രശ്നങ്ങൾ ഈ ദീനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ ഈ ദീനിലേക്ക് വരാതിരിക്കുകയുള്ളൂ എന്ന് ഇവിടുത്തെ ശത്രുക്കൾക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നക്കാരാണ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടില് മകൾക്കോ മകനോ കല്യാണപ്രായമായി കഴിഞ്ഞാൽ
ആ കല്യാണം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ഒരു നാട്ടിലേക്ക് പോയി. അവിടെ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഭംഗിയുള്ള നല്ലൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കാണാൻ വേണ്ടി പോയി. പക്ഷേ ആ വീട് പ്രശ്നങ്ങളുടെ വീടാണ്. ഭയങ്കര പ്രശ്നമാണ് അവിടെ. നിങ്ങൾ ആരെങ്കിലും പോവും? അപ്പൊ ഇസ്ലാം എന്നുള്ളത് പ്രശ്നങ്ങളുടെ മതമാണെന്ന് വരുത്തി തീർക്കണം. അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ ഈ ദീനിന്റെ അകത്ത് നിൽക്കുന്നത് നമ്മുടെ പവറോ അതോ അള്ളാന്റെ തീരുമാനമോ? റബ്ബിന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടെറിഞ്ഞു പോകും. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾക്ക് ഈ ദീനിന്റെ വിഷയത്തിൽ ഒരു പ്രയാസവും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. ദീനിൽ പ്രയാസമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ദീനിന്റെ ശത്രുക്കളാ പറഞ്ഞത്. ദീനിന്റെ ശത്രുക്കളാണ് ദീനിൽ പ്രയാസം ഉണ്ടെന്ന് പറയുന്നത്. അതല്ലാതെ ദീനിനകത്തുള്ള ആൾക്കാർ ദീനിൽ പ്രയാസം ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. നമുക്ക് പലിശ സംബന്ധമായ വിഷയത്തിൽ നമുക്ക് കർക്കശമായ നിലപാടുകളുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രയാസം അതുകൊണ്ടുണ്ടോ? ഇല്ല. പലിശയുടെ വിഷയത്തിൽ ഇസ്ലാം ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ച ആ മുസ്ലിമീങ്ങളാണ് ഇന്ന് വേൾഡ് ബേസിൽ ഏറ്റവും വലിയ സമ്പന്നന്മാർ. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ മുസ്ലിങ്ങളാണ്. പലിശ ഹറാമാണെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ആൾക്കാർ. അതുപോലെ തന്നെ കള്ള് ഹറാമാണെന്ന് പറഞ്ഞ, പമ്മി മാംസം ഹറാമാണെന്ന് പറഞ്ഞ, ഹലാലല്ലാത്തത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളവർ. ഈ ദീനിലൊരു പ്രയാസമില്ല. ദീനിൽ പ്രയാസമുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആൾക്കാർ ഉണ്ടാക്കി തീർത്ത ഫിത്തിനയാണത്. ആ ഫിത്തിനയിൽ നമ്മുടെ ചില ആൾക്കാർ, നമ്മുടെ ചില മക്കളൊക്കെ പോയി പെട്ടു. ചില ഇന്റർവ്യൂ ഒക്കെ, മുസ്ലിം നാമധാരികളായ ആളുകളുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് സഹതാപമാണ് അവരോട് തോടിന്നു പോകുന്നത്. ഇസ്ലാമിനെ എങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക? പേരെന്താ? ഇസ്ലാമിന്റെ പേര്, മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പേര്. എടോ, ആണത്തം ഉണ്ട് എങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് തൻ്റെ ഇടമുണ്ട് എങ്കിൽ ഇസ്ലാമീന്ന് പുറത്തു പോകുമ്പോൾ പേരും അങ്ങോട്ട് കളയണം. പേരും കളഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ലേബൽ ഇസ്ലാമിന്റെ ലേബൽ, കാരണം എങ്കിൽ ആ ലേബൽ ഉപയോഗിച്ചെങ്കിലേ വളരാൻ പറ്റുള്ളൂ. ആ ലേബൽ എടുത്തു കളഞ്ഞാൽ വളരാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം കൂടിയാൽ ആ കൂടുന്ന ആളുകൾക്ക് കൂടുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പേരും പ്രശസ്തി ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒക്കെ പോവും. നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഇവിടത്തെ യുക്തിവാദികളുടെ കൂടെയും അതേപോലെ നിരീശ്വരവാദികളുടെ കൂടെയും ഇസ്ലാം വിരോധികളുടെ കൂടെയും കൂടി ഒരു കാലഘട്ടത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ആളുകൾ അവരിപ്പോ എവിടെ പോയി? ഇലക്ഷനിൽ പ്രചരണത്തിന് പോലും ഇറക്കിയില്ല. അതിനോടുണ്ടോ? അതിനു പോലും വിളിച്ചില്ല അവരെ. അവരൊക്കെ ആ സമയത്ത് താൽക്കാലികമായി അവർ ഉപയോഗിച്ചെന്ന് മാത്രം. കേരളത്തില് പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ ഏരിയയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ഫാദർ അലവി എന്ന പേരിൽ ഒരാൾ. എവിടെ പോയി? അഡ്രസ് പോലും ഉണ്ടോ? മർക്കസുൽ ബിഷാർ എവിടെ പോയി? അഡ്രസ് ഉണ്ടോ? അവർക്ക് നമ്മളെ വെറുതെ ഉപയോഗപ്പെടുത്താം, അത്രേ ഉള്ളൂ. അതിന് ഇസ്ലാം വലിയ പ്രശ്നമാണ്, ഇസ്ലാമിന്റെ ആരാധനകൾ ഇത് വലിയ പ്രയാസമുള്ളതാണെന്ന് വരുത്തി തീർക്കുക. പക്ഷെ അള്ളാഹു പറഞ്ഞു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾക്ക് അള്ളാഹു തആല ഈ ദീനിൽ ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. ഈ ദീൻ എന്ന് പറഞ്ഞാൽ മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്താണ്. എന്താണ് മില്ലത്ത്, എന്താണ് ഉമ്മത്ത്? നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ചർച്ചയിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ചർച്ചയ്ക്ക് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. മില്ലത്തും ഉമ്മത്തും, നമ്മുടെ മില്ലത്ത് ഇബ്രാഹിമി മില്ലത്താണ്. നമ്മുടെ സമുദായം ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായമാണ്. എന്താണ് മുഹമ്മദ് നബിയുടെ സമുദായം കൊണ്ടുള്ള ഉദ്ദേശം, എന്താണ് ഇബ്രാഹിം മില്ലത്ത് കൊണ്ടുള്ള ഉദ്ദേശം, നമുക്ക് വിശദീകരിക്കാം. എന്തായാലും നിങ്ങളുടെ വാപ്പ
ഇബ്രാഹീമിന്റെ മില്ലത്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ളത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ മിൻ ഖബൽ. അള്ളാഹുവാണ് വളരെ മുമ്പ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന പേര് തന്നത്. അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റ് അല്ല നമുക്ക് മുസ്ലിങ്ങൾ എന്നുള്ള പേര് തന്നത്. അള്ളാഹു വളരെ മുമ്പ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന പേര് തന്നു. വഫീ ഹാദാ, ഈ അടിസ്ഥാനത്തിൽ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, റസൂൽ നിങ്ങൾക്ക് സാക്ഷികളാണ്. നമ്മുടെ സാക്ഷി റസൂലാണ്. വതകൂനു ശുഹദാ അലന്നാസ്, നമ്മൾ ഈ ജനങ്ങൾക്ക് സാക്ഷികളാണ്. എന്താ നമ്മുടെ പ്രത്യേകത? ഞാൻ ഓരോന്ന് എണ്ണി പറയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഫഅഖീമുസ്സലാത്ത്, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, വആതുസ്സകാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞു വഅതസിമു ബില്ലാഹ്, അള്ളാഹനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ആ 8 പോയിന്റുകൾ ഇനി നോക്ക്. ഒന്ന്, ഈ ദീനിൽ നമ്മൾ ആരാണെന്ന് പറയുകയാണ്. ഈ ദീൻ അള്ളാഹുവാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. 2, ഈ ദീനിന് ഒരു പ്രയാസം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. 3, നമ്മൾ പിൻപറ്റുന്ന മാർഗം ആരുടെയെങ്കിലും മാർഗമല്ല, ഇബ്രാഹിം നബിയുടെ മാർഗം. എന്താ ഇബ്രാഹിം നബിയുടെ മാർഗം എന്ന് പറയാൻ കാരണം? മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയാൻ കാരണം എന്താ? ലോകത്ത് മാനവരാശി എത്ര ടോട്ടൽ മനുഷ്യരുടെ കണക്കെത്ര? 700 കോടിയുടെ മുകളിലുള്ളത് അല്ലേ? ഈ 700 കോടിയുടെ മുകളിലുള്ള മനുഷ്യന്മാരിൽ 2/3 ഭാഗം മനുഷ്യന്മാരും വിശ്വാസികളായ മനുഷ്യന്മാര്, അവർ ഇബ്രാഹിം നബി അംഗീകരിക്കുന്നുണ്ട്. 2/3 ഭാഗം. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബീനെ അംഗീകരിക്കുന്നുണ്ട്, അബ്രഹാം പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്. ജൂതന്മാർ അബ്രഹാം പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ഇന്ത്യയിലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ വേരുകൾ പോയി കഴിഞ്ഞാൽ അതെങ്ങെത്തുന്നുണ്ട്? ഇബ്രാഹിം നബിയിലേക്ക് എത്തുന്നുണ്ട്. സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു ഭാഷയാണ് സംസ്കൃതം. മനസ്സിലായില്ലേ? സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തിൽ സംസ്കൃതം എണ്ണിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ സംസ്കാരത്തെ ചരിത്രകാരന്മാർ, മെസോപ്പൊട്ടമിയൻ സംസ്കാരം, അതിനെ ചരിത്രകാരന്മാർ പറയുന്നത് ദ്രാവിഡ സംസ്കാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവിനെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞത് മില്ലത അബീക്കും ഇബ്രാഹിം. എതിരഭിപ്രായമില്ലാത്ത ഒരു പ്രവാചകൻ, അതാണ് മില്ലത അബീക്കും ഇബ്രാഹിമ. 4-ാമത് അല്ലാഹു പറഞ്ഞത് നമുക്ക് നമ്മുടെ പേര് മുസ്ലിമീങ്ങൾ എന്ന പേര്. അത് വെച്ചതാരാ? അല്ലാഹുവാണ്. നമ്മളല്ല നമുക്ക് മുസ്ലിമീങ്ങൾ എന്നുള്ള പേര്, അത് അല്ലാഹുവാണ് വെച്ചത്. 5-ാമത് അല്ലാഹു പറഞ്ഞത് നമ്മൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയായി. അതായത് മില്ലത്ത ഇബ്രാഹിം പിൻപറ്റിയ ആളുകളാണ് ഈ ആളുകൾ എന്ന് മുഹമ്മദ് നബി നമുക്ക് സാക്ഷിയാകും. ഈ ജനങ്ങൾക്ക്, വരുന്ന ആളുകൾക്കെല്ലാം നമ്മളായിരിക്കും സാക്ഷി. നമ്മളെ അല്ലാഹു സാക്ഷിയാക്കി എടുക്കും ഈ ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളുടെ ആദർശത്തിൽ ഉറച്ചു നിന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. നാളെ പരലോകത്ത് വിചാരണക്കെടുക്കും നമ്മളെ. നാളെ പരലോകത്ത് നമ്മളെ വിചാരണക്കെടുക്കുന്ന സമയത്ത് ഇവിടത്തെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പറയും ഞങ്ങൾക്ക് ഇവരിൽ നിന്നൊന്നും പഠിക്കാനുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാലോ കഴിഞ്ഞു. നമുക്ക് പഠിക്കാനല്ല, നമുക്ക് നമ്മളെ ഈ സമൂഹത്തിൽ നിന്നും പഠിക്കാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇട്ടുകൊടുക്കണം. ആ പഠനമാണ് നമ്മളെ സാക്ഷിയായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഇത്രയും
ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദർശ വിഷയത്തിൽ കുറെ കൂടെ സ്ട്രോങ് ആയ ഒരു നിലപാടിലേക്ക് നമ്മൾ മാറിയത്. എല്ലാവരുമായിട്ടും എല്ലാ ടീമുമായിട്ടും നമുക്ക് കൂട്ടുകൂടാം, ഏത് ആളുകളുമായിട്ടും നമുക്ക് സഹകരിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഞാനൊരു മുഅ്മിനാണെങ്കിൽ എനിക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളായാലും അവരോടൊപ്പം പോയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിയില്ല. കാരണം അള്ളാഹു പറയുന്നുണ്ട്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. വല്ലാത്തൊരു പ്രയോഗമാണത്. എന്താ അതിന്റെ അർത്ഥം? മാ ജഅലല്ലാഹു ലിറജുലിൻ, അള്ളാഹു ഒരാൾക്കും മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്ലാമിന്റെ ശത്രുക്കളുമായി എനിക്കെന്തില്ല, ഒരു തരത്തിലുള്ള സഖ്യമില്ല. ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ മുഅ്മിനാണെന്ന് പറയുകയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടക്കുന്ന പാർട്ടിയുടെ കൂടെ ഞാൻ കൂടുകയും ചെയ്താൽ അതിനർത്ഥം എന്താ? ഞാൻ മുഅ്മിനല്ല എന്നാ. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിൽ ഏറ്റവും വലിയ ബന്ധം ഏത് ബന്ധം? ആദർശബന്ധം. കാരണം ഒരു മുഅ്മിനിന് ആദ്യത്തെ കടപ്പാട് ആരോടാ? അല്ലാഹുവോടാ. അത് കഴിഞ്ഞിട്ടേ ആരുള്ളൂ? മാതാപിതാക്കളുള്ളൂ, അല്ലേ? ആ മാതാപിതാക്കളോട് നിനക്ക് കടമയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഇഹുമാ. അവർ നിന്നോട് നിനക്ക് അറിവില്ലാത്ത വിഷയത്തിൽ അല്ലാഹുവിനെ ശിർക്ക് ചെയ്യാൻ അവർ നിന്നോട് പറഞ്ഞാൽ ഫലാ തുതിഇഹുമാ, അവർക്ക് നീ വഴിപ്പെടണ്ട. അവറ്റില്ല. ആദർശം വരുന്നു. പക്ഷെ വഴിപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ദുനിയാവിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറിക്കും. അങ്ങനെ പറയുന്നില്ല, എതിർപ്പ് പറയുന്നില്ല. അവർ നമ്മുടെ ആദർശവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് എന്നതിന്റെ പേരിൽ അവരുമായി അകലണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. അവരോട് നല്ല രീതിയിൽ നിങ്ങൾ വർത്തിച്ചോളൂ, അവർ ശത്രുക്കളല്ല എങ്കിൽ. പക്ഷേ എന്നിലേക്ക് ചാഞ്ഞ ആളുകളുടെ മാർഗമായിരിക്കണം നീ പിൻപറ്റരുത്. മാതാപിതാക്കളുടെ മാർഗമാകാൻ പാടില്ല. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്താ പറയുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അല്ലാഹു തആല പറയുന്നത് ഖുർആനിൽ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഞാൻ മുഴുവൻ ഇവിടെ വായിക്കുന്നില്ല, നമുക്ക് ആ പോയിന്റ് മാത്രം പറയാം. സൂറത്ത് ഹൂദിലെ 45 വരെയുള്ള 42 മുതൽ 45 വരെ 47 വരെയുള്ള ആയത്തുകൾ സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വലിയൊരു സംഭവം അള്ളാഹു പറഞ്ഞിട്ട് പറയാണ്. അതായത് തൂഫാൻ വന്ന സംഭവം ഉണ്ടല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായപ്പോ അള്ളാഹു തആല അതിന്റെ മുമ്പായിട്ട് പറഞ്ഞു, നോഹെ നിന്നെയും നിന്റെ ആൾക്കാരെയും എന്ത് ചെയ്യും, ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. വനാദാ നൂഹുൻ ഇബ്നഹു, നൂഹ് നബി അലൈഹി സ്വലം മോനെ വിളിച്ചു. മോൻ വെള്ളത്തിൽ വരിക, വെള്ളത്തിൽ മുങ്ങിത്താന്നിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നൂഹ് നബി മോനെ വിളിച്ചു. വകാന ഫീ മഅ്സലിൻ, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാ ബുനയ്യ ഇർകബ് മഅന, പൊന്നു മോനെ നീ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞു. വലാ തക്കും മഅൽ കാഫിരീൻ, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പോകല്ലേ. മോൻ പറഞ്ഞ മറുപടി എന്ന് പറയാമോ? സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ, ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന ഏതെങ്കിലും മലയുടെ മുകളിൽ ഞാൻ കയറിക്കോളാം. എന്നാലും വാപ്പയുടെ കൂടെ ഞങ്ങൾ വരില്ല, ഞാൻ വരില്ല. ചില മക്കള് പറയാറില്ല അങ്ങനെ, അല്ലേ? എന്തെന്ന് പരിഷ്കാരം, എന്ത് സംസ്കാരമാണ് നിങ്ങളുടെ കൂടെ ഞങ്ങളില്ല, ഞാൻ എങ്ങനെയും പോയി ജീവിച്ചോളാം. റിയാദില് പോയപ്പോ ഞാൻ അറിഞ്ഞൊരു വിഷയമാണ്. റിയാദില് ആ ഭാഗത്തുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ, മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ,
അവര് ആ പെൺകുട്ടികൾ തമ്മിൽ പ്രണയത്തിലായി. പിന്നീട് അവരെന്ത് ചെയ്തു? അവിടുന്ന് പോന്ന് അവര് രണ്ടുപേരും എന്ത് ചെയ്തു? വിവാഹം കഴിച്ചെന്തോ, രണ്ടുപേരും തമ്മിൽ എങ്ങനെ സംഭവം നമുക്കറിയില്ല. ഇപ്പൊ അവര് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ വളർന്ന ആളുകളാ. ഇപ്പൊ അവര് ചാനലിൽ ഇരുന്നിട്ട് ചീത്ത പറയണത് മുഴുവനും ഇസ്ലാമിനെയും ബാപ്പാനും ഉമ്മാനെയും. അവർ പറഞ്ഞൊരു വർത്താനം അടുത്തെന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾക്ക് രക്ഷപ്പെടാനും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ ഈ സമൂഹം തരുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ഈ ആയത്തോർത്തു, ഞാൻ ഏതെങ്കിലും മലയുടെ മുകളിൽ കയറിയിട്ട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളാം, ഇതാ പറഞ്ഞത്. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇല്ലാ മൻ റഹീമ. അള്ളാഹ് കരുണ കാണിച്ച ആൾക്കാരല്ലാതെ വേറൊരാൾക്കും ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. പിന്നീട് അയാള് ചുഴിയിൽപ്പെട്ട് അയാൾ മുങ്ങി മരിച്ചു. പിന്നീട് ആ ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, വഖീല യാ അർളുബ്ലഇ മാഅക്കി. ഭൂമിയോട് പറഞ്ഞു, ഭൂമി നിന്റെ വെള്ളത്തെ നീ വിഴുങ്ങൂ. ആകാശത്തോട് പറഞ്ഞു, വയാ സമാഉ അഖ്ലിഇ. ആകാശമേ നിന്റെ പേമാരിയുടെ പെയ്ത്ത് നീ അവസാനിപ്പിക്കൂ. വഖീലൽ മാഉ വഖുദിയൽ അംറു. അങ്ങനെ വെള്ളം താഴ്ന്നു, കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചു. വസ്തവത്ത് അലൽ ജൂദി. ആ കപ്പൽ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ പോയി നങ്കൂരമിട്ടു. ഈ സമയത്ത് നൂഹ് നബിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട്. കാരണം മോൻ മരിച്ചു, മുങ്ങി മരിച്ചു. അള്ളാഹിനോടൊരു പരാതി പറയുന്നുണ്ട്. വനാദാ നൂഹുൻ റബ്ബഹു. നൂഹ് റബ്ബിനെ വിളിച്ചു, അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, പറഞ്ഞു, പരാതി പറഞ്ഞു. റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. എന്റെ രക്ഷിതാവേ, എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് എന്റെ മോൻ. വ ഇന്ന വഅദക്കൽ ഹഖ്. നിന്റെ വാഗ്ദാനം സത്യമാണ്, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, അവൻ മരിച്ചുപോയി. അള്ളാഹു അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. അള്ളാഹ് പറഞ്ഞു, യാ നൂഹ്, നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക. അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഈ ആയത്ത് നമുക്ക് എന്താ പറഞ്ഞത്? സ്വന്തം മോനെ പറ്റിയാണ് പറഞ്ഞത്, അത് നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല. അപ്പൊ മുഅ്മിനിന്റെ കുടുംബം ഏതാ? നമ്മുടെ കുടുംബം ഏതാ? ആദർശമാണ് നമ്മുടെ കുടുംബം. ആ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. ഇന്നഹു അമലുൻ ഗൈറു സാലിഹിൻ. നല്ല പണിയല്ല അവൻ ചെയ്തത്. അതുകൊണ്ട് ഒരു നബിയോട് അള്ളാഹു ചെയ്യുന്ന ഒരു ശകാര വാക്കുണ്ട്, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് അറിവില്ലാത്ത കാര്യം നീ ചോദിക്കരുത് എന്നോട്. അറിവില്ലായ്മ പറഞ്ഞു കൊടുക്കരുത്. ഇന്നി അഇദുക, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. നൂഹ് നബിനെ അള്ളാഹു ഉപദേശിക്കുകയാണ്. അൻ തകൂന മിനൽ ജാഹിലീൻ. ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ നീ ആകരുത്. ഞാൻ ഉപദേശിക്കുക. എത്ര ശക്തം! ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് വളരെ ശക്തമായ വാക്കാണ്. ഇനി പറ, ആദർശത്തിന്റെ വിഷയത്തിൽ ഈ തീഷ്ണതയും ഈ കണിശതയും നമുക്കുണ്ട? ഇല്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കാത്ത, നിസ്കരിക്കാത്ത മക്കൾ വീട്ടിൽ കിടന്നുറങ്ങുന്നില്ല. നമ്മുടെ അധ്വാനത്തിന്റെ ഓഹരി പറ്റിക്കൊണ്ട് നിസ്കാരത്തെ പരസ്യമായി നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് നിഷേധിക്കുന്ന എത്രയോ മക്കളുണ്ട്. അല്ലാണ്ടോന്ന് മക്കളെ വിളിച്ചു ചോദിച്ചു നോക്ക്. എല്ലാവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മക്കളെ വിളിച്ചു ചോദിച്ചു നോക്ക്, അല്ലാണ്ടൊന്ന് നിനക്ക് ഉറപ്പണോ എന്ന് ചോദിച്ചു നോക്ക്. ഓമേണെങ്കിൽ നമ്മുടെ മുമ്പിൽ സമ്മതിക്കും, പുറത്തു വിട്ട് നിഷേധിക്കും. ഇവിടെ ഇസ്ലാമിന്റെ പേര് ഉണ്ടായ മതി അവന്. ഇന്നലെ വരെ ഈ അങ്ങാടിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ എതിർത്ത് പ്രസംഗിച്ചവൻ, ഇസ്ലാമിനെ ചീത്ത പറഞ്ഞവൻ, അള്ളാനെ ചീത്ത പറഞ്ഞവൻ, ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് സമൂഹം വിധി എഴുതിയവൻ, എക്സ് മുസ്ലിമിന്റെ പട്ടികയിൽപ്പെട്ടവൻ, അവൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാല് അവൻ എങ്ങടെ കൊണ്ടുവരിക? നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരും. മയ്യത്ത് അവിടെ കൊണ്ട് നോക്കും. എന്നിട്ട് ഉസ്താദ് അവിടെ നിന്നിട്ട് പറയും, ഇദ്ദേഹം സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചതാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഗതി നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. എന്നിട്ട് കയ്യും കെട്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ആരാ അവൻ? ഇന്നലെ വരെ അള്ളാനെ ചീത്ത പറഞ്ഞവനാ, ഇസ്ലാമിനെ വിമർശിച്ചവനാ,
മുസ്ലിമീങ്ങളെ പരിഹസിച്ചവനവൻ. ഇനി പറ, നമുക്ക് ആദർശത്തിൽ കണിശതയുണ്ടോ, തീക്ഷ്ണതയുണ്ടോ? അഴകുഴമ്പൻ മുസ്ലിങ്ങളാണ് നമ്മൾ. മുനാഫിക്കായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോ അള്ളാന്റെ റസൂലിന്റെ തുണിമ മുറുക്കെ പിടിച്ച ഒരാളുണ്ട്. ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പറ്റില്ല നബി എന്ന് പറഞ്ഞു. നബിക്ക് തീരുമാനം എടുക്കാനുള്ള ആയത്തിറങ്ങിയിട്ടില്ല, കൈ വിടിച്ചു, പോയി നിസ്കരിച്ച്. നിസ്കാരം കഴിഞ്ഞപ്പോ ആയത്തിറങ്ങി, വലാ തുസല്ലി അലൈഹിം, ഇനി മേലിൽ ഈ ജാതി ടീമിന് വേണ്ടി മയ്യത്ത് കിരിക്കരുതെന്ന്. നമ്മൾ മയ്യത്ത് കിരിക്കൂലേ? നമ്മൾ അവന്റെ പോരിശ പറയൂലേ? സംഗതി നിസ്കാരം ഒന്നും ഇല്ലെങ്കിൽ ആളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അറിയും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ കാഫിരീൻ. അവിശ്വാസികളായ ആളുകൾക്ക് ഒരു പരീക്ഷണ വസ്തു ആക്കല്ലേ അള്ളാഹ് ഞങ്ങള്. പ്രാർത്ഥനയുടെ ഗൗരവത. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇത്രയും തീക്ഷ്ണമായി ഇത്രയും ഗൗരവത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മുസ്ലിമീങ്ങൾ വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് നിസ്സാരമാണ് എന്ന് തോന്നും, നമ്മളെ ബാധിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ നമ്മളെ ബാധിക്കാൻ അധികം ദൂരത്തിലല്ലാത്ത പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും, ഈ റോട്ടുമ്മ ഞാൻ ഇറങ്ങി പോകുമ്പോ എന്നെ ഒരുത്തം വന്ന് വെട്ടി നുറുക്കി കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എങ്കിൽ പോലും എന്റെ കയ്യിൽ ആദർശമുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പറ്റി എന്ത് പറയും? അയാൾ ആദർശമുള്ള ആളായിരുന്നു അല്ലേ? എന്നെ സ്വീകരിക്കാൻ, ഈ വെട്ടി നുറുക്കിയിട്ടിരിക്കുന്ന ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെ സ്വീകരിക്കാൻ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരിക. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട. കാരണം നീ പേടിക്കാതെ നിന്റെ ആദർശം പറഞ്ഞവനാ, നിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നവനാ. അതുകൊണ്ട് അഴകുഴമ്പ മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം. നമ്മൾ ഒരു സ്റ്റേണായ തീരുമാനം നമ്മൾ കൈക്കൊള്ളണം. ഇപ്പോ വിശുദ്ധ ഖുർആനില് മറ്റേ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നിടത്ത് കൃത്യമായിട്ട് പറയാനില്ല, വാപ്പ എന്ന ബന്ധം അത് വലിയ ബന്ധമല്ലേ? എന്തായാലും നിന്റെ വാപ്പല്ലേടാന്ന് പറയും. ശരിയാ, വാപ്പ തന്നെയാണ്, നമ്മുടെ ഉപ്പ തന്നെയാണ് എന്തായാലും. പക്ഷെ ആ ഉപ്പ ആദർശത്തിന്റെ ശത്രുവായാലോ? ഇബ്രാഹിം നബി പറഞ്ഞ വർത്താനം എന്താ? ഖാല സലാമുൻ അലൈക്കും, നിങ്ങക്ക് സലാം. സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും അല്ല പറഞ്ഞത്. സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളിൽ നിന്ന് രക്ഷ തേടുകയാണ് അല്ലാഹുവോട്. നിങ്ങളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്? ബന്ധം മുറിച്ചു കളയാണ്. ഇഅ്തിസാൽ എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവുക, മുറിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾ ആരാധിക്കുന്നവരെയും നിങ്ങളെ ഒഴിവാക്കി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി ഇറങ്ങിയില്ലേ? ബദർ യുദ്ധത്തിന്റെ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ഭാഗം പറയുന്നുണ്ട്. അതായത് അബൂ ഉബൈദത്ത് ഇബ്നു ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി, അദ്ദേഹം എന്ന് പറഞ്ഞാല് അദ്ദേഹം അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ 10ാമന്റെ പേരാണ് ഞാൻ ഈ വായിച്ചത്. അബൂ ഉബൈദത്ത് ഇബ്നു ആമിറുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നതെങ്കിലും സത്യത്തിൽ അവിടെ ആദർശത്തിന്റെ ഗരിമ കാണിക്കുന്ന 1-2 പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് കുടുംബ ബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തിനാണ് പ്രാധാന്യം എന്ന് 2 കൂട്ടരും തീരുമാനിച്ചു. മുസ്ലിങ്ങൾ മാത്രമല്ല തീരുമാനിച്ചത്, ഇസ്ലാമിന്റെ ശത്രുക്കളും തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ ആരുണ്ട്? ഈ അബൂ ഉബൈദത്ത് ഇബ്നു ആമിർ ഇബ്നുൽ ജറാഹിന്റെ വാപ്പ അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ് ഉണ്ട്. തന്റെ മകനാണ് അബൂ ഉബൈദ, അവൻ മുസ്ലിമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ് അവിശ്വാസിയാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്.
അദ്ദേഹം ബദറിലേക്ക് മക്കയിൽ നിന്ന് വരുമ്പോ തന്നെ തീരുമാനം എടുത്ത എന്താണ്? മറ്റുള്ളവരെ യുദ്ധം ചെയ്യാനല്ല, മോനെ കൊല്ലണം. എന്തിന്റെ പേരില്? ആദർശത്തിന്റെ പേരിൽ. ആദർശത്തിന്റെ വിഷയത്തിൽ അവർ സ്ട്രോങ് ആണ്. അതേ സ്ട്രോങ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ വാപ്പാനെ നേരിടാന് മോൻക്ക് ധൈര്യം പോരാ. ധൈര്യം എന്ന് പറഞ്ഞാല് ധൈര്യത്തിന്റെ പ്രശ്നമല്ല, മനസ്സിന്റെ ഉള്ളിൽ പിതാവിനോടുള്ള ആ സ്നേഹം. കാരണം കയ്യിലിരിക്കുന്ന വാള്, ആ വാള് എങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ചത് ആ വാപ്പയാണ്. അത് ഏത് രീതിയിൽ ചുഴറ്റി ശത്രുവിനെ കൊല്ലണം എന്ന് പഠിപ്പിച്ചത് ഈ വാപ്പയാണ്. ആയോധന കലയുടെ എല്ലാ മർമ്മങ്ങളും പഠിപ്പിച്ച വാപ്പാനോട് യുദ്ധം ചെയ്യാന് വേണ്ട. അബൂ ഉബൈദയുടെ മുമ്പിൽ പെടാതിരിക്കാൻ, ഈ അബ്ദുല്ലാഹി ഇബ്നു ജറാഹിന്റെ മുമ്പിൽ പെടാതിരിക്കാൻ അബൂ ഉബൈദ ഒളിഞ്ഞും മാറിയും തെളിഞ്ഞേക്ക് നടന്നു. ഒടുവിൽ വാപ്പായും മോനും കണ്ടുമുട്ടി. വാപ്പ വെട്ടണ വെട്ട് തടയാ മാത്രമേ ചെയ്തിട്ടുള്ളൂ അബൂ ഉബൈദ. പക്ഷെ റബ്ബിന്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനം റബ്ബ് അവിടെ നടപ്പിലാക്കി. മോന്റെ വെട്ടുകൊണ്ട് വാപ്പ മരിച്ചു. ആദർശത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളിൽപ്പെട്ട ഒരു ടീം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരുടെ പക്ഷം കൂടും? ഒരു വാപ്പ, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വാപ്പ ഇസ്ലാമിനെ വിമർശിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടക്കാനാണ്. അതിന്റെ പേരിൽ മോനുമായിട്ട് അടിയുണ്ടാക്കി. മോൻ എന്ത് ചെയ്ത്? ആയുധം എടുത്ത് ഒരെണ്ണം കൊടുത്ത് വാപ്പ മരിച്ചു. നമ്മൾ എന്ത് വിധി അവിടെ കൊടുക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോനെ കൊല്ലാൻ നടന്നു. മോനരാ? അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാനെ കൊല്ലാൻ വേണ്ടി നടന്ന അബ്ദുറഹ്മാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അബ്ദുറഹ്മാനെ കൊല്ലാൻ നടന്നു, പക്ഷെ കിട്ടിയില്ല. ഒളിച്ചു നടന്നു മകൻ. പിടുത്തം കൊടുത്തില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അദ്ദേഹം വാപ്പാനോട് പറയണ്ടായി, വാപ്പ, ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഞാൻ ഒരുപാട് ഒളിച്ചും പാത്തും നിന്ന് വാപ്പാടെ വാളിന്റെ മുമ്പിൽ പെടാണ്ടിരിക്കാൻ. പെട്ടിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്യും? കൊല്ലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അമ്മാവനായ ആസിബ് ഇബ്നു ഹിഷാം അൽ മുഗീറയെ കൊന്നു കളഞ്ഞു. സ്വന്തം ബാപ്പ ഉമ്മാടെ ആങ്ങള. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരനായ ഉബൈദില്ലാഹ് ഇബ്നു ഉമൈറിനെ, സ്വന്തം സഹോദരനെ. ഇങ്ങനെ ഒരു സംഭവം ബദറിൽ നടന്നു. ശത്രുക്കൾ ഉൾപ്പെടെ, മുസ്ലിങ്ങൾ ചിലർ ഉൾപ്പെടെ ഒരു വാർത്ത ഉണ്ടാക്കി. കണ്ടില്ലേ, കുടുംബക്കാരെ കൊന്നുകളഞ്ഞു. ഇതെന്ത് ആദർശ? കുടുംബക്കാരെ കൊന്നു കളഞ്ഞത് ഒരു വല്ലാത്തൊരു ആദർശമാണല്ലോ. ഇതെന്ത് ആദർശ? അബൂ ഉബൈദത്ത് ഇബ്നു ആമിർ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു വാപ്പാനെ കൊന്നിട്ട് വാപ്പ മരിച്ചു എന്ന് ഉറപ്പായപ്പോ ആ വാള് താഴ്ത്തി പിടിച്ചിട്ടാണ് നബിയുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്. തലയും താഴ്ത്തി പിടിച്ചിട്ടാണ് ചെല്ലുന്നത്. എന്താ ഇതെന്താ പ്രതികരണം എന്നറിയില്ലല്ലോ. റസൂലുള്ളാഹി എങ്ങനെയാ സ്വീകരിക്കാന്ന് അറിയില്ലല്ലോ. വാപ്പാനെ കൊന്ന് നബിനോട് പോയി സലാം പറഞ്ഞു. ചരിത്രത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, നബി സലാം മടക്കില്ല എന്നുണ്ട്. രണ്ട്, നബി അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ട്. വേറെന്തോ ശ്രദ്ധയിലായിരുന്നു. ഏതായാലും അബൂ ഉബൈദയുടെ മനസ്സ് വല്ലാതെ വേദനിച്ച്, വല്ലാതെ വിഷമായി പോയി. വാപ്പാനെയും കൊന്ന് റസൂലുള്ളാഹി സലാം മടക്കിയിട്ടില്ല. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ മുജാദലയിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പാഠങ്ങൾ, ഈ അറിവുകൾ ഉണ്ടാകണം. നമ്മളൊരു ഇമ്മാന ആകരുത്. ഇമ്മാന എന്ന് പറഞ്ഞാ ഇമ്മാന എന്ന് പറഞ്ഞാ എല്ലാവരുടെയും കൂടെ കൂടുന്ന ആള്. സംഭവം മതേതരമൊക്കെ നല്ലത് തന്നെ. മതേതരത്വം നല്ലതാണ്, ജനാധിപത്യം നല്ലതാണ്. മതേതരത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അത് നമ്മൾ മാത്രം അംഗീകരിച്ചാൽ പോരല്ലോ, എല്ലാവരും അംഗീകരിക്കണ്ടേ? നമ്മൾ മാത്രം മതേതരത്വത്തിന്റെ ആൾക്കാർ. അടുത്തെവിടെയോ നമ്മുടെ തന്നെ ഒരു സ്കൂളിന്റെ ഒരു പോസ്റ്റർ എന്റെ ശ്രദ്ധയപ്പെട്ടു. ഞാൻ വിമർശിക്കുമ്പോ ആ വിമർശനത്തിന്റെ കാമ്പുകൾ മനസ്സിലാക്കണം കേട്ടോ. അല്ലാണ്ട് ഞാൻ വിമർശിച്ചു എന്നുള്ള പേര് വരാൻ പാടില്ല. എനിക്കിപ്പോ വിമർശിക്കുന്നതിന് തൗഹീദിന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ വിമർശിക്കാൻ എന്റെ മുമ്പിൽ ആരുമല്ല. ഞാൻ വിമർശിക്കും.
എന്താ ഒരു സ്കൂളിന്റെ പരസ്യ, ഇസ്ലാമിക് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. സ്കൂളും സംഘടനയൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊരു പോയിന്റ് ഉണ്ട്. ദേശസ്നേഹം വളർത്തുന്ന പാഠ്യഭാഗങ്ങൾ. എന്തിനപ്പ അങ്ങനെ കൊടുത്ത്? എന്താ ഇവര് മാത്രമേ ദേശസ്നേഹം വളർത്തുന്ന ആൾക്കാരുള്ളൂ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ ദേശദ്രോഹം വളർത്തുന്ന ആൾക്കാരാണ്. പേടിയുടെ പുറത്ത് കൊടുത്തല്ലേ അത്? അല്ലേ? ഒരു പേടിയുണ്ട് അല്ലേ? എന്തിനാ ആരെയും ബോധിപ്പിക്കേണ്ടത് ഇത്? നമ്മൾ സത്യത്തിൽ എത്രയോ സഹിഷ്ണുതയോടെ, എത്രയോ ക്ഷമയോടെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. എന്തിനാണ്? നമ്മളുടെ ഭാഗത്ത് നിന്ന് അപക്വമായ ഒരു നീക്കം ഉണ്ടായിക്കൊണ്ട് ഈ രാജ്യത്തിനൊരു ആപത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ നിലപാട്. ഈ രാജ്യത്തിനൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നിലപാടെടുക്കേണ്ടടുത്ത് നിലപാടെടുക്കാണ്ടിരുന്നാലോ? നമ്മൾ ഇമ്മാനെയായില്ലേ, കൂടികളായില്ലേ? ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾ, അവരെ നിനക്ക് കാണാൻ കഴിയില്ല. എങ്ങനെ കാണാൻ കഴിയില്ല? യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടും ശത്രുത പ്രഖ്യാപിച്ചവരുമായി മവദ്ദത്തിലാകുന്നത് കാണാൻ കഴിയില്ല. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം ഹുബ്ബല്ല, ഇഷ്കല്ല, മറിച്ച് മവദ്ദത്താണ്. അള്ളഹാനോടും അള്ളാന്റെ റസൂലിനോടും ശത്രുത പ്രഖ്യാപിച്ച ആളുകളുമായി ഒരുപക്ഷെ അവരുമായി എന്ത് ചെയ്യും? കൊടുക്കൽ വാങ്ങലുകൾ നടക്കും, അവരുമായി സംസാരിക്കും, ഇടപാടുകളൊക്കെ ഉണ്ടാകും. അതിനൊന്നും ഇസ്ലാം എതിർപ്പല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകണ സമയത്ത് പടയെങ്കി ആരുടെ കയ്യില? ജൂതനയിൽ പണയത്തില. ജൂതൻ ഇസ്ലാമിന്റെ ആരാ? ശത്രുവാ. കൊടുക്കൽ വാങ്ങലുകൾ നടക്കും, അതിനൊന്നും എതിരല്ല. അപ്പൊ ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം ഹുബ്ബ് പറഞ്ഞില്ല, ഇഷ്ക് പറഞ്ഞില്ല. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഇഷ്ക് എന്ന് പറഞ്ഞാല് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരം. ഇത് രണ്ടും പറയാതെ മവദ്ദത്താ പറഞ്ഞത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അത്ര അടുത്ത ഒരു ബന്ധമാണ് മവദ്ദത്ത്. ഈ പ്രയോഗം ഖുർആനിൽ ഉപയോഗിച്ചത് മറ്റൊരു സ്ഥലത്തുണ്ട്. അതായത് ഭാര്യ ഭർത്തൃബന്ധത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നിടത്ത് പറഞ്ഞ വാക്കും മവദ്ദത്താണ്. അപ്പൊ അത്തരത്തിലുള്ളതായ ആത്മബന്ധം പുലർത്താൻ കഴിയില്ല. അങ്ങനെ പുലർത്തുന്നവരായി കാണാൻ കഴിയില്ല. അതിനർത്ഥം എന്താ? ഞാൻ മുഅ്മിനാണ്, ഞാൻ ഇസ്ലാമിന്റെ ശരിയായ ആളാണെന്ന് പറയുകയും ഇപ്പറഞ്ഞ ടീമുമായിട്ട് ആത്മബന്ധത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്നവനെ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതി. ഒന്നിരിക്കും അവൻ ഈമാനുള്ളവരാണ്, അല്ലെങ്കിൽ അവൻ അവന്റെ കൂടെയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാകൂല അവർക്ക്. ഇനി അത് അള്ളാഹു എണ്ണി പറയാണ്. അവൻ ഈ പുറത്തു നിൽക്കുന്നവൻ, അള്ളാഹിനോടും റസൂലിനോടും ശത്രുത പ്രഖ്യാപിച്ചവൻ, അവൻ വലൗകാനു ആബാഅഹും, അവരുടെ ഉപ്പമാരാണെങ്കിലും, ഔ അബ്നാഅഹും, അവരുടെ മക്കളാണെങ്കിലും, ഔ യഹ്വാനഹും, അവരുടെ സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തഹും, അവരുടെ കുടുംബക്കാരാണെങ്കിലും, അവരായിട്ടൊന്നും എന്ത് ചെയ്യില്ല? മവദ്ദത്ത് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു മുഅ്മിനിന്. വീണ്ടും പറയുകയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ഈ ശത്രുത പ്രഖ്യാപിച്ചവരുമായി മവദ്ദത്തില്ലാതെ അവരിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആൾക്കാരില്ലേ, ആ മുഅ്മിനീങ്ങളാണ് കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ രേഖപ്പെടുത്തി കഴിഞ്ഞു. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക ആത്മാവിനെ കൊണ്ട് അല്ലാഹു അവർക്ക് ശക്തി കൊടുത്തിരിക്കുകയാണ്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നാം അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹ, അവർ അതിലെന്നും ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറളു അൻഹു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം ചോദിക്കാണ്. ആദർശത്തിന്റെ വിഷയത്തിൽ യാദർശികമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇവിടെ ഇസ്ലാമിൽ ഇപ്പൊ യുദ്ധമോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാല് ആ മകനെ അംഗീകരിക്കുമോ ഈ സമൂഹം?
പക്ഷെ അള്ളാഹ് പറഞ്ഞു റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ട്. ഉലൈക ഹിസ്ബുല്ല, അവർ അള്ളാഹിന്റെ പാർട്ടിയാണ്. അപ്പൊ ആദർശാണ് വലുത്. ഈ ആയത്ത് ഇറങ്ങി ഇതിൽ ഈ സംഭവത്തിലെ ഏറ്റവും മുഖ്യ വ്യക്തിയായ അബൂ ഉബൈദത്ത് ബിൻ ആമിർ ബിൻ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു അല്ലേ, ഏറ്റവും മുഖ്യ വ്യക്തിയല്ലേ? ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച പേരെന്താണെന്നറിയാമോ? അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത്, അല്ല അതെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ അതോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഓർമ്മയില്ല. വഫാത്താകുന്ന സമയത്ത്, അല്ല ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് കുത്തുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ ഖലീഫയെ നിശ്ചയിക്കാനുള്ള തീരുമാനം ചർച്ച നടക്കുക. ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ വർത്താനം, അബൂ ഉബൈദ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അടുത്ത അമീറായി ഖലീഫയെ നിശ്ചയിക്കുമായിരുന്നു. അത്ര പവർഫുൾ മാനായിരുന്നു. അബൂ ഉബൈദ മരിച്ചത് എങ്ങനെയാണെന്നറിയോ? പലസ്തീനിലെ അംവാസില് പ്ലേഗ് വന്നു. പ്ലേഗ് പടർന്ന് പിടിച്ചിട്ട് പ്ലേഗ് രോഗത്തിൽ അദ്ദേഹം അവിടുന്ന് വിട്ടുപോരാൻ തയ്യാറായില്ല. ഉമർ റളിയല്ലാഹു അൻഹു കത്തയച്ചു, അവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തിരിച്ചു പോരാൻ പറഞ്ഞു. പക്ഷെ നിന്നില്ല അദ്ദേഹം. അദ്ദേഹം അത് പരിഗണിച്ചില്ല. അങ്ങനെ ആ അംവാസിൽ പ്ലേഗ് രോഗികളായ ആളുകൾക്ക് പരിചരണം കൊടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹം പ്ലേഗ് പിടിച്ച് മരണപ്പെടുകയായിരുന്നു. അപ്പൊ ആദർശം അത് നമുക്ക് ശക്തമല്ല എങ്കിൽ അള്ളാന്റെ ദീനിന്റെ ശത്രുക്കൾ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷണ വസ്തുവാക്കി മാറ്റും. അതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ സമകാലിക ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഭാഗങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. മക്കളെ നമ്മൾ വിടുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം, നമുക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ ലക്ഷ്യം ക്യാമ്പസുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നിസ്കരിക്കുന്ന കുട്ടികൾ, ദീനിയായി നടക്കുന്ന മക്കൾ, അവരെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള എല്ലാം ഒരു കൗമാരക്കാരന് എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു കൗമാരക്കാരന് പെട്രോളും തീയും അടുത്തിരിക്കുന്ന പോലെയല്ലേ തിന്മയും അവനും തമ്മിൽ അടുത്തടുത്തുള്ളത്? അവന്റെ മുമ്പിൽ സൗകര്യങ്ങളുടെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്താൽ അവൻ അവരുടെ കൂടെ കൂടില്ലേ? നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ എനിക്ക് പരിചയത്തിലുള്ള ചില സ്കൂളുകൾ, ഞാൻ വളരെ അടുത്ത് എനിക്ക് അറിയാവുന്ന ചില സ്കൂളുകൾ, ആ സ്കൂളുകളിലൊക്കെ ക്യാമ്പസില് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എല്ലാവിധ തോന്നിയാസത്തിനും തയ്യാറായി തന്നെ വന്നു. അറിയാവുന്ന സ്കൂൾ, നമ്മൾ പരസ്യമായിട്ട് ഇപ്പൊ ആ സ്ഥാപനങ്ങളുടെ പേരൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഒരു സ്കൂള് വിട്ടിട്ട് കുട്ടികളൊക്കെ പോയി കുറെ കഴിഞ്ഞ് അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഞാനുമായി സംസാരിച്ച വിഷയമാണത്. അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഗേറ്റ് പൂട്ടാൻ്റെ തൊട്ട് മുമ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ ബാഗുകൾ ഇരിക്കുന്നു, സ്കൂൾ ബാഗുകൾ ഇരിക്കുന്നു. അപ്പൊ ബാഗുള്ളപ്പോ കുട്ടികൾ അവിടെ ഉണ്ടാവുമല്ലോ, അതെന്താണെന്നറിയാൻ വേണ്ടി ആ ബിൽഡിങ്ങിന്റെ ബാക്കിലേക്ക് പോയി നോക്കിയതാ. അവിടെ കുറെ ആൺപിള്ളേരും പെൺപിള്ളേരും, മുസ്ലിങ്ങളാണ്. എന്താണ് എവിടെയെന്ന് ചോദിച്ച് എന്നെ അധ്യാപകനോട് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ എന്റെ പണി നോക്കിയാൽ മതി. അതാണ് കാലം. അതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ ആദർശത്തിന്റെ ബന്ധം കുറച്ച് സ്ട്രോങ് ആക്കണം. ഈ ആശയം പറഞ്ഞു കൊടുക്കണം. എന്നെക്കാൾ മോനെ നിനക്ക് ബന്ധം റബ്ബിനോടാണ്. എനിക്ക് ആദർശം ഇല്ലാതെ ആയാൽ ആദർശമുള്ള അവനാണ് എന്നേക്കാൾ നിനക്ക് ബന്ധം ഉണ്ടാകേണ്ടത്. ആദർശത്തിന്റെ ഗൗരവം കുടുംബത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റൂ. അതല്ല എങ്കിൽ വളരെ ഗൗരവമുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പല മേഖലകളിലുള്ള ആളുകളാണ്, പക്ഷേ പല മേഖലകളിലുള്ള ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും പല സ്ഥാപനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും
അതിന്റെ അപകടവും ഗൗരവവും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗൗരവത്തിൽ സ്ട്രോങ്ങിൽ നിങ്ങളോട് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.